ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. ഈ സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പുതിയ സബ്ജക്റ്റാണ് മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് ഇൻ്റർഫേസിംഗ്. സബ്ജക്റ്റ് കോഡ് വരുന്നത് 5131. ഓക്കെ, ലെറ്റ്സ് ഗോസ് ടു ദ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദി മൈക്രോ പ്രോസസ്സേഴ്സ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ എ മൈക്രോ പ്രോസസ്സർ? എന്താണ് ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്മാൾ അല്ലെങ്കിൽ ചെറുത്. ഓക്കെ, പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മൈക്രോ പ്രോസസ്സേഴ്സ് എന്താ? ചെറുതാണ്, ചെറിയൊരു ചിപ്പാണ് എന്ത്? മൈക്രോ പ്രോസസ്സർ. ഒരുപാട് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ചിപ്പ്. നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സിൽ, അതുപോലെ തന്നെ ഒരുപാട് ഡിവൈസസിൽ, നമ്മൾ ഫോണിൽ ഒരുപാട് ഡിവൈസസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലി മൈക്രോ പ്രോസസ്സറിനെ എന്തായിട്ട് പറയാം? ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എല്ലാ ആക്ടിവിറ്റീസും ആരാ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനായിട്ട് മൈക്രോ പ്രോസസ്സറിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും അത് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാ? നമ്മുടെ ഈ മൈക്രോ പ്രോസസ്സേഴ്സാണ്. ഓക്കെ, നമുക്കറിയാം മൈക്രോ ഒരു ചിപ്പാണെന്ന് ആദ്യം പറഞ്ഞു. ആ ചിപ്പിൽ എന്താണ്? എല്ലാ പ്രോസസ്സുകളും ഈ മൈക്രോ പ്രോസസ്സറാണ് ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ബ്രെയിന് നമ്മുടെ കൈ കാലുകൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, സ്മെല്ല് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാ? നമ്മുടെ ബ്രെയിനാണ്. സോ ഇപ്പം നമുക്കൊരു കമ്പ്യൂട്ടറിലൊരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആരാ കൺട്രോൾ ചെയ്യുക? നമ്മുടെ ഈ മൈക്രോ പ്രോസസ്സർ. മെമ്മറി, IO, എക്സ്റ്റേണൽ ഡിവൈസസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഈ മൈക്രോ പ്രോസസ്സറാണ്. ഓക്കെ, ദെൻ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. മൊഡ്യൂൾ 1, ബേസിക് 8086 ആർക്കിടെക്ചർ. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ പ്രോസസ്സർ ആർക്കിടെക്ചേഴ്സ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എന്താ പറയുന്നത്? എ മൈക്രോ പ്രോസസ്സർ ഈസ് എ മൾട്ടി പർപ്പസ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്. അതായത് നമുക്കെന്താ? മൾട്ടി പർപ്പസ് ആണത്. മൈക്രോ പ്രോസസ്സർ മൾട്ടി പർപ്പസ് മീൻസ് ഒരുപാട് ടാസ്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമുക്ക് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈമിൽ ഒരുപാട് ടാസ്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ എ മൈക്രോ പ്രോസസ്സർ ഈസ് എ മൾട്ടി പർപ്പസ് പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസ്. നമുക്ക് ഒരുപാട് ടാസ്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രോസസ്സറാണ് എന്ത്? മൈക്രോ പ്രോസസ്സർ. ദിസ് റീഡ്സ് സം ബൈനറി ഇൻസ്ട്രക്ഷൻസ് ഫ്രം സ്റ്റോറേജ് ഡിവൈസ് ആൻഡ് കോൾഡ് മെമ്മറി. അതായത് മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? റീഡ് ചെയ്യുന്ന മെമ്മറിയിൽ നിന്നാണ്. ഓക്കെ, ദിസ് റീഡ്സ് ദ ബൈനറി ഇൻസ്ട്രക്ഷൻസ് ഫ്രം എ സ്റ്റോറേജ് ഡിവൈസ് കോൾഡ് മെമ്മറി. മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും? ഈ മൈക്രോ പ്രോസസ്സർ ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ എന്ത് ചെയ്യും? റീഡ് ചെയ്തെടുക്കും. It accepts binary data as input and processes data according to the instructions and gives the result as output. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന C, അതുപോലെ തന്നെ ജാവ, C++, ഈ ലാംഗ്വേജസൊക്കെ നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാവോ? ഇല്ല. സോ നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും? ഈ ഡാറ്റേനൊക്കെ ബൈനറി ഡാറ്റ, അതായത് സീറോസ് ആൻഡ് വൺസ്, മെഷീൻ ലാംഗ്വേജ് അതായിട്ട് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എന്താണോ കിട്ടിയിട്ടുള്ള ഡാറ്റ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ടിലേക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മൈക്രോ പ്രോസസ്സേഴ്സ് ആസ് എ പ്രോഗ്രാമബിൾ ഡിജിറ്റൽ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് കൺട്രോൾ ആപ്ലിക്കേഷൻസ്. അതായത് നമുക്ക് മൈക്രോ പ്രോസസ്സറിനെ എന്തായിട്ട് പറയാം? ഒരു പ്രോഗ്രാമബിൾ ഡിജിറ്റൽ ഡിവൈസാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാനും. ഓക്കെ, ഇൻ വ്യൂ ഓഫ് എ കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റ് ഇറ്റ് ഈസ് ദ CPU ഓഫ് എ കമ്പ്യൂട്ടർ ഓർ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് നമ്മളൊരു കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ടെക്നിക്കൽ ടേംസിൽ എന്ത് പറയാം? മൈക്രോ പ്രോസസ്സർ കമ്പ്യൂട്ടറിൻ്റെ ഒരു CPU അല്ലെങ്കിൽ ബ്രെയിൻ ആയിട്ട് പറയാം. ഓക്കെ, ദെൻ എ മൈക്രോ കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ CPU, മെമ്മറീസ് ആൻഡ് IO ഡിവൈസസ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? CPU ഉണ്ട്, പിന്നെന്താ? മെമ്മറി, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി,
ഓക്കെ, IO ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, കീബോർഡ്, മൗസ്, അങ്ങനത്തെ ഒരുപാട് ഡിവൈസസ്, ഇതൊക്കെ ചേർന്നതാണ് എന്ത്, നമ്മളൊരു മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇവയൊക്കെ കണക്ട് ചെയ്തിട്ട് എന്തൊക്കെയുണ്ട്, അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, കൺട്രോൾ ബസ്. ഓക്കെ, ദെൻ the memory and IO devices are linked by data and address bus. നമുക്ക് ആ ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും മെമ്മറി ആൻഡ് IO ഡിവൈസസ്. മെമ്മറിയും IO ഡിവൈസസും എന്തായിട്ട് കണക്റ്റഡ് ആണ്, അഡ്രസ് ബസ് ആൻഡ് ഡാറ്റ ബസ്. ഓക്കെ, ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത്, the CPU communicates with only one peripheral at a time by enabling the peripheral by the control signal. അതായത് CPU കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൺലി വൺ പെരിഫറൽ അറ്റ് എ ടൈമിൽ ഒരു പെരിഫറൽ അല്ലെങ്കിൽ പുറമേയുള്ള ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസായിട്ട് അറ്റ് എ ടൈമിൽ CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ബൈ ഇനേബിളിംഗ് ദ പെരിഫറൽ ബൈ ദി കൺട്രോൾ സിഗ്നൽ. അതായത് കൺട്രോൾ സിഗ്നൽ കൊടുക്കും, ഏത് പെരിഫറലാണോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് എന്ത് കൊടുക്കും, ഒരു കൺട്രോൾ സിഗ്നൽ കൊടുത്തത് ഇനേബിൾ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ആ പെരിഫറലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ ടു സെൻഡ് ഡാറ്റ ടു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, ദ CPU പ്ലേസസ് ദ ഡിവൈസ് അഡ്രസ് ഓൺ ദി അഡ്രസ് ബസ്. നമുക്കിപ്പോൾ ഒരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, CPU പ്ലേസ് ചെയ്യും ദ ഡിവൈസ് അഡ്രസ് ഓൺ ദ അഡ്രസ് ബസ്. അതായത് ഏത് ഡിവൈസാണോ ആ ഡിവൈസിൻ്റെ അഡ്രസ് ബസ്സിലേക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ തന്നെ ഡാറ്റ എന്ത് ചെയ്യും, ഡാറ്റ ബസ്സിലേക്കും കൊടുക്കും. ഓക്കെ, ആൻഡ് ഇനേബിൾസ് ദ ഔട്ട്പുട്ട് ഡിവൈസ്. എന്നിട്ട് ആ ഔട്ട്പുട്ട് ഡിവൈസ് എന്ത് ചെയ്യും, ഇനേബിൾ ചെയ്യും, അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനുള്ള ആക്റ്റീവ് ആക്കും. അതാണ് ഇനേബിൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ the other peripherals that are not enabled remain in high impedance state and called tri-state. അതായത് ആ സമയത്ത് എന്താ, മറ്റുള്ള പെരിഫറൽ ഡിവൈസസ് ഒക്കെ എന്താ നോട്ട് ഇനേബിൾ ചെയ്തിരിക്കും, അതായത് ആക്റ്റീവ് അല്ലാതെ വെക്കും. റിമെയിൻ ഇൻ ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റ്, അതായത് അവ എന്തായിരിക്കും, ഹൈ ഇംപെഡൻസ് മീൻസ് എന്താ, ലോ കറൻറ്റും ഹൈ വോൾട്ടേജ് ഉള്ള സ്റ്റേറ്റിനാണ് ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് എന്താ, ട്രൈ സ്റ്റേറ്റ്. അതായത് ഔട്ട്പുട്ടിലേക്ക് ഏത് ഡിവൈസാണോ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസായിട്ട് ഇനേബിൾ ചെയ്യുന്നത് ആ സമയത്ത് ബാക്കിയുള്ള പെരിഫറൽസ് എന്ത് ചെയ്യും, ട്രൈ സ്റ്റേറ്റിൽ ആയിട്ട് റിമെയിൻ ചെയ്യും. ഓക്കെ, ഓൾ ഓഫ് യു ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.